മക്കളെ നമ്മളിപ്പോൾ ഉള്ളത് ധർമ്മനഗർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുർഗാപൂജയ്ക്ക് വേണ്ടിയുള്ള അറേഞ്ച്മെന്റ്സ് ആണ്. നമ്മൾ നേരെ പോകേണ്ടത് ഇവിടെ ഒരു ഹോസ്പിറ്റലാണ് കേട്ടോ. ഈ കാണുന്നതാണ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ. നമ്മളിവിടെ വന്നത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. എൻ്റെ കയ്യിൽ ചെറിയ രീതിയിൽ അലർജി ഉണ്ട് കേട്ടോ. അത് കാണിക്കാൻ വേണ്ടിയാണ് വന്നത്. അങ്ങനെ ഈ ഒരു തിരക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡോക്ടറിനെ കാണിച്ച് പയ്യെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നമ്മുടെ ക്യൂൻസയിലൊക്കെ വന്ന ഒരു ഫീലാണ് കേട്ടോ. ഈ കാണുന്ന കടകളെല്ലാം രാത്രിയെ തുറക്കുള്ളൂ കേട്ടോ. കാരണം രാത്രിയാണ് ദുർഗാപൂജയുടെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. നമ്മളങ്ങനെ പയ്യെ സൈക്കിളൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി. നല്ല തിരക്കുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ റൂമിലൊക്കെ ചെന്ന് രാത്രിയായപ്പോൾ ഇറങ്ങിയിട്ട് രാത്രിയിലെ കാഴ്ചകളാണ് ഈ കാണുന്നത്. നമ്മൾ നേരത്തെ കണ്ട ലൈറ്റുകളെല്ലാം ഓൺ ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ അവിടെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് സെറ്റും കാര്യങ്ങളൊക്കെ ഓരോരോ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും ദുർഗാപൂജ എന്ന് പറയുന്നത് ബംഗാളികളുടെ ഒരു ഫെസ്റ്റിവൽ തന്നെയാണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ ഇതിൽ പങ്കെടുക്കും. ഇവിടെയുള്ള നാട്ടുകാരാണ് കൂടുതലും പങ്കെടുക്കുന്നത്. പിന്നെ അതുപോലെ സെക്യൂരിറ്റിക്കായി പോലീസുകാരൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളങ്ങനെ പയ്യെ നടന്നൊക്കെ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എന്തോ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നമ്മൾ കണ്ട സ്റ്റേജുകളിൽ ഇതേപോലെ ഓരോ പ്രതിഷ്ഠകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളങ്ങനെ നേരെ പോയത് രാവിലെ കണ്ട ഒരു സ്ട്രീറ്റിലേക്കാണ്ട്. അവിടെ ചെന്നപ്പോൾ എല്ലാ ഫുഡ് സ്പോട്ടുകളും തുറന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വെറൈറ്റി ഫുഡുകളുണ്ട്. ഈ ഒരു ലേക്കിൽ ശിവന്റെ വലിയൊരു ശില്പം തന്നെയുണ്ട് കേട്ടോ. നമ്മൾ അതിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് നേരെ തിരിച്ച് റിട്ടേൺ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മറ്റൊരു സ്ഥലത്ത് ഇതേപോലെ ഒരു പരിപാടി നടക്കുന്നത്. നമ്മളതും കുറച്ച് നേരം കണ്ടിട്ട് നേരെ പോകുന്നത് റൂമിലേക്കാണ്. റൂമിലേക്ക് ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ ഉള്ളൂ കേട്ടോ.